السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الرحيم الرحمن الكريم المنان سخر للعباد بهيمة الأنعام وجعل التضحية بها من أجل العبادات. نحمده حمدا كثيرا ونشكره شكرا مزيدا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ذلك ومن يعظم شعائر الله ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ്, ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും നല്ല ഒരു മാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും അശ്രദ്ധയിലാകുന്ന, ചില ആളുകളൊന്നും ആലോചിക്കാതെ പോകുന്ന പവിത്രമാക്കപ്പെട്ട മാസം. പവിത്രമാക്കപ്പെട്ട മാസത്തിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് കടക്കുകയാണ്. ദുൽഖഅദയുടെ അവസാനത്തെ 10 ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പവിത്രമാക്കപ്പെട്ട മാസത്തിൻ്റെ ഫളിലും അതിൻ്റെ ശ്രേഷ്ഠതകളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും ഉണർത്തുന്നത് വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസുകളിലും ധാരാളം കേൾക്കുന്നവരും വായിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 3 മാസം, അഥവാ ഈ മാസവും ഇനി അടുത്ത മാസവും അതിന് അപ്പുറത്തെ മാസവും 3 മാസം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഇത് 3ഉം പവിത്രമാക്കപ്പെട്ട മാസമാണ്. എത്ര സൂക്ഷ്മതയിൽ, എത്ര ഗൗരവത്തിൽ, ഇസ്ലാമികമായി നമ്മുടെ ആരാധനകളിലൊക്കെയുള്ള കാര്യങ്ങളിൽ എത്ര ഉണർവും ആവേശവും, അതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളോടുണ്ടാകുന്ന നമ്മുടെ സമീപനങ്ങളിലൊക്കെയുള്ള ഒരു ശ്രദ്ധയും നല്ല നിലക്ക് കൊണ്ടുവരാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പക്ഷേ ഇന്നത്തെ മുസ്ലിം സമൂഹത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നു. ഒരു ഹജ്ജ് വരുമ്പോൾ ഒരു ആവേശവും, റമദാൻ വരുമ്പോൾ ഒരു ഉന്മേഷവും ഒക്കെയാണ് കാണുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ റബ്ബിൻ്റെ അരികിൽ 12 മാസങ്ങളാണ് ഒരു വർഷമെന്ന് റബ്ബ് രേഖപ്പെടുത്തിയതും അതിൽ 4 എണ്ണത്തെ അള്ളാഹു പവിത്രമാക്കിയതുമൊക്കെ എത്രമാത്രം സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ ഒരു സത്യവിശ്വാസി നോക്കിക്കാണണമെന്നുള്ളത് വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ പാളിച്ചകളെയും പോരായ്മകളെയും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഇത് കേൾക്കുമ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ സംസാരങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ കാതുകളിലേക്ക് വരുമ്പോൾ അതിനെ ആലോചിക്കാനും അതനുസരിച്ച് ജീവിതത്തിനെ ക്രമപ്പെടുത്തുവാനുമുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പവിത്രമാക്കപ്പെട്ട ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ നാളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ നാളുകൾക്കിടയിൽ ഏറെ സവിശേഷമായ, ഏറെ ശ്രേഷ്ഠമായ ദിനവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാനാകും. ഈ പവിത്രമാക്കപ്പെട്ട 3 മാസങ്ങൾക്കിടയിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ പവിത്രമാക്കപ്പെട്ട 90ഓളം വരുന്ന ഈ ദിവസങ്ങൾ, ഇതിലെ ഏറ്റവും അഫ്ദലായ ദിവസം ഏതായിരിക്കും? ദുൽഹിജ്ജ ആദ്യത്തെ 10 ഏറെ ശ്രേഷ്ഠകരമാണ്. ആ ആദ്യത്തെ 10 ഏറ്റവും ശ്രേഷ്ഠത യൗമ അറഫയാണ് എന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് യൗമ അറഫ. പക്ഷേ ചില ആൾക്കാർ പറയും യൗമുൻ നഹറാണ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10, പെരുന്നാളിൻ്റെ ദിവസം. എന്താണ് അതിനങ്ങനെ പറയാനുള്ള കാരണം? അന്ന് ചെയ്യുന്ന ഒരു കർമ്മം, അന്ന് ലോക മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അത് അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട പ്രവർത്തനമാണ്. മറ്റു കർമ്മങ്ങളെക്കാൾ
അല്ലേ? മറ്റു ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു പരിചയപ്പെടുത്തി, ഒരുപാട് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന, വിശ്വാസി മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്ന ചരിത്രമുള്ള ഒരു ദിവസമാണ് യൗമുന്നഹർ, അറവിൻ്റെ ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ലോകത്തെ മുസ്ലിമീങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറവിൻ്റെ കാര്യത്തിൽ ഒരുപാട് എന്നൊരു മൃദുല സമീപനം വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ വേണ്ട ഗൗരവം നൽകാത്ത ഒരുപാട് ആളുകളെ കാണാം. എന്നാൽ കൃത്യമായി ഓരോ കൊല്ലവും അറവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയും അതിൽ ഗൗരവവും വെച്ച് പുലർത്തി അതിനെ നല്ല നിലക്ക് നിർവഹിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. പണക്കാർ തന്നെ സമ്പത്തും ആരോഗ്യവും സൗകര്യവും ഉണ്ടായിട്ട് പോലും ബലിയെറുക്കാത്ത ആളുകളെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാം. പക്ഷെ റബ്ബിൽ ഏറെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ചില പണ്ഡിതന്മാരുടെ ചില ഹദീസുകളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ യൗമുൻ നഹർ, അറവിൻ്റെ ദിവസം, അത് ഏറെ വിശുദ്ധമായ പ്രവർത്തനം ചെയ്യപ്പെടുന്ന ദിവസമാണ്. ഹാജിമാർ മുഴുവൻ എന്ത് ചെയ്യുന്നു? അവിടെ ഹജ്ജിൻ്റെ ഭാഗമായി ബലിയെറുക്കുന്നുണ്ട്. ഹാജിമാർ ചെയ്യുന്ന പ്രവർത്തനം ഹാജിമാരല്ലാത്ത ആളുകൾക്ക് എന്താണ്, മക്കൾക്ക് പുറത്ത് നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമുണ്ടെങ്കിൽ അത് ബലിയാണ്. അല്ലേ? നമുക്ക് പുറത്ത് ഇഹ്റാം വെട്ടാൻ പറ്റൂല, പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സഫ മറവയിലേക്ക് സഅയ് ചെയ്യാനുള്ള സാധ്യതയല്ല. ഹാജിമാർ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ആ ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് പറ്റൂല. മുസ്ദലിഫയിൽ തിങ്ങിപ്പാർക്കുന്ന രാവിൻ്റെ ആ ഒരു ഏറ്റവും നല്ല മഹനീയമായ പവിത്രത നേടിയെടുക്കാൻ നമുക്ക് ആ ദിവസങ്ങൾക്കാവില്ല. പക്ഷെ ഇത് ഹാജിമാർ ചെയ്യുന്ന ഒരു പണി ഉണ്ടായില്ലേ, അറവ്. ആ അറവ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്ക് യൗമുൻ നഹറിൽ നിർവഹിക്കാനാകും. അത് തന്നെയാണ് അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വം. പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൻ അഫ്ളല മിൻഹാ ഫി ഹാദിഹി. ഒരു സഹാബി നബിൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, റസൂലേ, ഏറ്റവും നല്ല ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്നുള്ള ഏറ്റവും നല്ല ദിവസങ്ങൾ എങ്ങനെ പറ്റി ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളോളം പോന്ന ഒന്നും ഇല്ല. അഥവാ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളോളം ഒരു കർമ്മവും എന്തല്ല, ശ്രേഷ്ഠമല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വഹാബിക്ക് അത്ഭുതം. ഖാലു വലൽ ജിഹാദ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്നത് ശ്രേഷ്ഠതയല്ലേ? അല്ലേ? അത് നല്ല അമലല്ലേ? അപ്പൊ അതിനേക്കാളും ശ്രേഷ്ഠമാണോ ആദ്യത്തെ 10 ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? ആദ്യത്തെ 10 കുറേ ഉണ്ട് അല്ലേ? എന്തെല്ലാം സ്ഥലം നമസ്കാരം, നിർബന്ധ നമസ്കാരങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കപ്പെടുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നു. അപ്പൊ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, സത്തും സമ്പാദ്യവും തൻ്റെ ശരീരവും ഒക്കെ റബ്ബിലാക്കിയിട്ട് ഒരാൾ ജിഹാദിന് പോയിട്ട് ആ ജിഹാദിനേക്കാളും കൂടുതലാണോ? റസൂലുള്ളാഹി പറഞ്ഞു, വല അൽ ജിഹാദ്, വലൽ ജിഹാദ്, ജിഹാദല്ല, ജിഹാദൊന്നും ഒന്നുമല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ ജിഹാദിനെ റസൂലുള്ളാഹി വിശദീകരിച്ചു, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. അല്ലേ? ജിഹാദിന് പോയിട്ട് പിന്നെ അയാൾ മടങ്ങി വന്നിട്ടില്ല, സമ്പത്തും ഇല്ല, അയാളുടെ ശരീരവും ഇല്ലാതെ വെറും മയ്യത്തായിട്ട് അയാൾ വരണമെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ അത് ശ്രേഷ്ഠനാണ്, അയാൾ ചെയ്യുന്ന പ്രവർത്തനം ഉത്കൃഷ്ടമാണ്. പക്ഷേ ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമായി എന്നുള്ള നിലക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വിശദീകരിച്ചത്. ആ 10 ദിനങ്ങളിൽ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് 10ാമത്തെ ദിനം ചെയ്യുന്ന അന്നഹർ, അറവ്. ആ അറവ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു പോയി. പക്ഷെ അത് നിർവഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് അയാളുടെ തഖ്വയുടെ അടയാളമാണെന്ന നമ്മൾ ആമുഖമായി ഓതി വെച്ച ആയത്ത് അതാണ്. ഒരാളുടെ സൂക്ഷ്മതാബോധം, ഒരാൾ എത്ര മുത്തഖിയാണ് അല്ലെങ്കിൽ അള്ളാഹിലേക്ക് എത്ര അടുത്തവനാണ് എന്നറിയണമെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ ചില ചിഹ്നങ്ങൾക്ക് നൽകുന്ന വില, അയാൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോടുള്ള അയാളുടെ സമീപനം, അയാൾ അതിന് കണക്കാക്കുന്ന ആദരവ്, അതിൻ്റെ സ്ഥാനം, അതനുസരിച്ചിരിക്കും അയാളുടെ മനസ്സിൻ്റെ സൂക്ഷ്മതാബോധം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത്. റബ്ബ് പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് മഹാസംഭവമായി കാണുന്നുവോ, യുഅല്ലിം അലീമായിട്ട് വലിയ സംഭവമാണ് അള്ളാഹുവിൻ്റെ ചിഹ്നം എന്നുള്ളതിനെ ആര് നോക്കിക്കാണുന്നുവോ, ദാലിക മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതെന്താണ്? അത് ഹൃദയങ്ങളുടെ സൂക്ഷ്മതയുടെ അടയാളമാണ്. നല്ല മുത്തഖി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതുപോലത്തെ കാര്യങ്ങളിൽ സൂക്ഷ്മത കാണിക്കുള്ളൂ. ഇതിന് വലിയ സംഭവമായിട്ട് വലിയ കാര്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അള്ളാഹു അത്തരത്തിൽ റബ്ബിൻ്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ കാണുന്ന ഒരുപാടാണ്. റബ്ബിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയിൽ അള്ളാഹു വിട്ടേച്ച
അള്ളാഹു അവശേഷിപ്പിച്ച റബ്ബിന്റെ ചില അടയാളങ്ങൾ. ഷആഇർ, ഷഈറത്തുൻ ജംആണ് ഷആഇർ. അതിലൊന്നാണ് ഈ അറവ് എന്നാണ് ഈ ആയത്തുകളെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വഫയും മറുവയുമൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. സഫയും മറവയൊക്കെ കാണുമ്പോൾ അതിനെ മഹാ സംഭവമായി കണക്കാക്കി അതിലേക്ക് ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി നടന്നെടുക്കുന്നത് അയാളുടെ മനസ്സിന്റെ വിശുദ്ധിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ ഈ ഒരു ആരാധനാകർമ്മം, ബലികർമ്മത്തിൽ അമാന്തിച്ച് നിൽക്കുന്ന ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ കലാം കൂടുതൽ എന്താവട്ടെ, അവരുടെ മനസ്സുകളെ പ്രചോദിപ്പിക്കട്ടെ. നമ്മൾ എപ്പോഴും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു കർമ്മത്തെ സംബന്ധിച്ച്, ഈ ഒരു പുണ്യകർമ്മത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ ചില വരികൾ ഇതാണ്. ഇന്നഹാ മിൻ അഅളമി ശആഇരിൽ ഇസ്ലാം, ഇന്നഹാ മിൻ അഅളമി ശആഇരിൽ ഇസ്ലാം. ആ വാക്കന്നെ ശരിക്കും ശ്രദ്ധിക്കാണ്ട്, അള്ളാഹുവിന്റെ ഇസ്ലാമിക ചിഹ്നങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതാണ് ബലികർമ്മം എന്നാണ്. എല്ലാ ചിഹ്നങ്ങളും അലീമാണ്, എല്ലാ ശഈറത്തും അലീമത്താണ്. പക്ഷെ അതിൽ അഅളമായത് അൽ ഉലമാ, ഏറ്റവും മഹത്വം നിറയുന്ന സംഗതിയാണത്രേ ഈ ബലികർമ്മം എന്ന് പറയുന്നത്. വഹിയ അന്നുസ്കുൽ ആമു ഫി ജമീഅൽ അംസാർ. അത് ഈ മറ്റേ മക്കയിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ നിർവഹിക്കുന്ന ബലികർമ്മല്ല. അതുമാത്രമല്ല, മൊത്തത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഈ ഭൂമിയുടെ മുക്കിലും മൂലയിലും സാധാരണക്കാരൻ നിർവഹിക്കുന്ന ബലികർമ്മം അത് അഅളമി ശആഇരിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അതിമഹത്തായ പരിപാവനമായ ചിഹ്നമാണെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞല്ല, എന്നിട്ട് ഒരു ആയത്തും കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, വനുസുകി എൻ്റെ ബലികർമ്മം, വമഹ്യായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് ഈ ആയത്തിൽ തന്നെ ഏറ്റവും വലിയ ചിഹ്നം എന്നാണ്, ഇസ്ലാമിന്റെ ചിഹ്നം എന്നാണ് നുസുക്കിനെ അവിടെ രേഖപ്പെടുത്തിയത്. ആദ്യം പറഞ്ഞത് ഇന്ന സ്വലാത്തി, സ്വലാത്ത് എന്നുള്ളത് ഇബാദത്താണ് അല്ലെ, അതൊരു ആരാധന. അള്ളാഹ് നിർബന്ധമാക്കിയ ഫർളായ, റബ്ബ് നിർബന്ധമാക്കിയ ഒരു വിശ്വാസിയുടെ മേലെ 5 നേരം നിർബന്ധമാകുന്ന നമസ്കാരാണ്. പിന്നെ റബ്ബ് പറഞ്ഞത് ഈ നുസുക്കിനെയാണ് അതിനൊരു ചിഹ്നമായിട്ടും അള്ളാഹു എണ്ണി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ചിഹ്നത്തെയാണ് അള്ളാഹ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചിഹ്നം നമുക്കറിയാം. നിസ്കാരത്തോടൊപ്പം അള്ളാഹ് ചേർത്ത് പറഞ്ഞൊരു കർമ്മം കൂടിയാണ് നഹർ എന്ന് പറയുന്നത്. ഇവിടെ നിസ്കാരം, സ്വലാത്ത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നമസ്കാരവും എൻ്റെ നുസുക്കും. നുസുക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക വക്കല ആപ്ലിക്കേഷന്റെ പേരാണ്. ഉംറക്ക് പോണ, ഹജ്ജിന് പോണ ആൾക്കാരല്ലേ, നുസുക്ക് എന്നാണ് അതിന്റെ പേര്. ആ പേര് തന്നെ അറിയാം, ചില കാര്യങ്ങൾക്ക് പേരിടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ രസമാണ്. നുസുക്ക് ആപ്പ് എന്നതിന് നമ്മൾ പറയാം. ഉംറക്ക് അല്ലെങ്കിൽ തവാഫിന് അല്ലെങ്കിൽ എന്താണ് റൗദയിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ നുസുക്കിൽ രജിസ്റ്റർ ചെയ്യണം. നുസുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ വാക്കർത്ഥം ഭാഷാപരമായിട്ട് പറഞ്ഞാൽ ബലികർമ്മം. ഹജ്ജിലെ കർമ്മങ്ങൾക്കും നുസുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹുദു അന്നി മനാസിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളെ പഠിച്ചെടുക്കുക, മനസ്സിലാക്കിയെടുക്കുക. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, അങ്ങനെ വിശദീകരിച്ച് കാണാം. ഏതായാലും ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും. നമസ്കാരത്തോടൊപ്പം അള്ളാഹ് ചേർത്തു പറഞ്ഞ എന്താണ് ചില പ്രത്യേകമായ ആരാധനയിൽപ്പെട്ടതാണ് നുസുക്കും. നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞാണ് സക്കാത്തും. ഇന്ന സ്വലാത്ത് അല്ലെ, എന്താണ് നമസ്കാരം എന്താണ്, അഖീമുസ് സ്വലാത്ത് വആതു സക്കാത്ത്. 70ഓളം സ്ഥലങ്ങളിൽ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇതേപോലെ റബ്ബ് എടുത്തു പറഞ്ഞ സംഗതിയാണ് ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മം. അത് അവിടെ മാത്രമല്ല, നമ്മൾ മനപ്പാടാക്കി വെച്ചൊരായത്തുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി, നീ നമസ്കരിക്ക്. അള്ളാഹ് റസൂലുള്ളാഹിനോട് കൽപ്പന പറയാൻ, റസൂലെ നമസ്കാരം നിർവഹിക്ക്, ലിറബ്ബിക, നിന്റെ റബ്ബിനോട്, വൻഹർ, നഹറ, അറവും നടത്തുക, ബലിയറുക്കുക എന്നും പറഞ്ഞു. ഇങ്ങനെ റബ്ബ് നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞ ഏറെ ശ്രേഷ്ഠകരമായ അമലാണ്. അപ്പൊ ഇതിന്റെ ഫളില് പറയണമെന്നുണ്ടെങ്കിൽ ഈ 2 ആയത്തിന് മതി, ഇത്ര ശ്രേഷ്ഠ. പക്ഷെ ഇതിന്റെ ഫളിൽ എന്ത് ചെയ്യുന്നില്ല, സാധാരണക്കാര്, അത് പൈസക്കാർ ചെയ്തോളും എന്നുള്ള നിലക്ക്. പൈസക്കാർ മാത്രമാണോ? അല്ല, ഒരാൾക്ക് അത് കൊടുക്കാനുള്ള അത് ഒരു അറിവ് നടത്താനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ അയാൾ അത് നിർവഹിക്കണം. അതിനെന്നെ പല രീതിയിൽ അള്ളാന്റെ റസൂൽ തന്നെ വിശദീകരിച്ചു.
അറക്കാൻ നിൽക്കുന്ന സമയത്തുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു പോവാം. എങ്ങനെ അറക്കുക ചെയ്തില്ല. ഇപ്പൊ 7 ആൾക്കാർക്ക് ചേർന്നിട്ട് വരെ എന്ത് ചെയ്യുക, ഒരു ഒട്ടകത്തിനെയോ അതല്ലെങ്കിൽ ഒരു മാടിനെയോ അറക്കാം എന്നാണ് എന്ത് ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയത്. അത് അത്രക്കും കാര്യങ്ങൾ അതിനെ നിർവഹിക്കുവാനുള്ള സാധ്യതകളുടെ വാതിലുകളെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു, നമുക്ക് തുറന്നു തന്നു. പക്ഷെ പലരും അതിൽ അലസരാണ്. പക്ഷെ ചില ആൾക്കാരുടെ സൂക്ഷ്മത കാണണം. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ജാമിഅ ഇസ്ലാമിയയിൽ പഠിക്കുന്ന സമയത്ത് മദീനത്തെ പള്ളിയിൽ ദർശനങ്ങൾ പോകാറുണ്ട്. ആ സമയത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾ ചില ശേഖന്മാരെ കുർസീൻ്റെ ചോട്ടിൽ ഇങ്ങനെ കാണാം. നിങ്ങൾക്കൊന്നും കാണാം മദീനയിൽ. അതിൽ ഒരു ഷെയ്ഖ് അബ്ദുറസാഖ് ബദറിൻ്റെ ദർസാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ ഹജ്ജിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുക, ഹജ്ജല്ല നുസ്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥി നിന്ന് ചോദിക്കുകയാണ്, കടം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ബലി നിർവഹിക്കാൻ പറ്റുമോ? കടം വാങ്ങിയിട്ട് ബലി ചെയ്യേണ്ട. കാരണം ആ കുട്ടിൻ്റെ ആ ഒരു മതപഠന വിദ്യാർത്ഥിയുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. അങ്ങനെങ്കിലും എനിക്കത് ചെയ്യണമെന്ന് തോന്നി ചില ആയത്തുകൾ കേട്ടപ്പോൾ, നബിയുടെ ചില ഹദീസുകൾ കേട്ടപ്പോൾ. പക്ഷെ സമ്പത്തും സൗകര്യവും എല്ലാവിധ എല്ലാവിധ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് പോലും മുസ്ലിം ലോകം ചെയ്യുന്നില്ല, ബലികർമ്മത്തിന്റെ കാര്യത്തിൽ അലസരാണ് എന്ന് പറയാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതിൻ്റെതായ മഹത്വം ഉൾക്കൊണ്ട് നിർവഹിക്കുന്നത്. വലിയ കഴിവുള്ള ആളാണെങ്കിലും 7 കൂട്ടത്തിൽ ഒരു ഷെയറേ വാങ്ങുന്നുള്ളൂ. ശരിക്കും അയാൾക്ക് ഒരു മാടിനെ വാങ്ങാനുള്ള കഴിവുണ്ടാവും, അതിനുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടാവും. പക്ഷെ എന്നാലും അയാൾ 7 ആളെ കൂട്ടത്തിൽ അങ്ങനെയാണ് നിർവഹിച്ചാൽ മതി എന്നുള്ള ധാരണയിലാണ്. പക്ഷേ ഇതിൻ്റെ ഫദലിനെ വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ ഇതിൻ്റെ നേട്ടങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തിങ്ങനെ പറഞ്ഞു. എന്തിനെ അറുക്കണം, എങ്ങനെ അറുക്കണം, അതൊക്കെ കൃത്യമായി അള്ളാഹ് പഠിപ്പിച്ചു തന്നു. എന്തിനാ പഠിപ്പിച്ചെന്നത്? നമ്മളെ ചെയ്യാനാണ്. റസൂൽ തന്നെ കൃത്യമായി വിശദീകരിച്ചു. എന്തിനാ വിശദീകരിച്ചത്? അത് നമ്മൾ നിർവഹിക്കാനാണ്, അത്രക്കും ഗൗരവത്തിൽ അതിനെ ചെയ്യാനാണ്. ഇപ്പോ ഇതിൻ്റെ എന്തിനെ അറുക്കണം എന്നുള്ളവരെ ഖുർആനിന്റെ നെസ്സാണ്. അതതിനെ അള്ളാഹ് അങ്ങനെ പറഞ്ഞു പോയത് അത് വിശ്വാസികൾ ചെയ്യാൻ വേണ്ടിയാണ്. റബ്ബ് പറയുന്നു, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. എന്തിനറുക്കണം? ബഹീമത്തുൽ അൻആമുകൾ അറുക്കണം, കന്നുകാലികൾ അറുക്കണം. അതിനെ കന്നുകാലികളിൽ ഏതൊക്കെ അറുക്കണം എന്നുള്ളാൻ റസൂൽ പഠിപ്പിച്ചു തന്നെ. ഒട്ടകങ്ങൾ അറുക്കുക, മാടിനറുക്കുക, ആടിനറുക്കുക, അല്ലേ? ഈ വിഭാഗങ്ങളെയാണ് അറുക്കാനുള്ളത്. ഈ ഒട്ടകം, ആട്, മാട്, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇതിനറുക്കുമ്പോൾ ഈ ബലികർമ്മമായിട്ട് ആര് വേറെ എന്ത് അർത്ഥം കഴിഞ്ഞാലും എന്ത് ചെയ്യൂല, അത് നെഹറല്ല, അത് അറവല്ല, അത് ഉലൂഹിയ്യത്തല്ല. ഉലൂഹിയ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഉലൂഹിയ്യ നമ്മള് മലയാളത്തിലെ ഉദൂഹിയ്യത്ത്, ശരിക്കും ഉലൂഹിയ്യ എന്താ? യൗമുൽ ഈദുൽ അദ്ഹ എന്നാണ്. അദ്ഹ എന്താ? ഉലൂഹിയ്യ. ശരിക്കും ളുഹ സമയത്താണ് അറവിന്റെ സമയം. ഏറ്റവും നല്ല സമയം ളുഹ സമയമാണ്. ആ സമയത്ത് അറുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അല്ല ഉലൂഹിയ്യ എന്ന പേര് അതിന് വന്നത്. ഉലൂഹിയ്യ ളുഹ സമയം എന്നാണ്, ഏകദേശം ഒരു ഉച്ച സമയത്ത്. എപ്പോഴാണ് അറിവ് നടത്താറുള്ളത്? പെരുന്നാളിന്റെ ദിവസമാണ്. പെരുന്നാളിന്റെ ദിവസം നടത്താൻ പാടുള്ളൂ. പെരുന്നാൾ അഥവാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, നമസ്കാരത്തിന് പോണതിന്റെ മുമ്പ് പെരുന്നാളിന് എന്താണ് പുലരിയായി, ഫജറായി. ആ ഫജറിന് തന്നെ തൊഴുത്തേക്ക് പോയി എന്ത് ചെയ്യേണ്ട, അറക്കേണ്ടതില്ല. കാരണം അങ്ങനെ അറുത്ത ആൾക്കാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വന്നപ്പോൾ ചില ആളുകൾ നിസ്കാരത്തിന് മുന്നേ എന്ത് ചെയ്തു? അർത്തു. ചില ആളുകൾ അവര് പെരുന്നാൾ നമസ്കാരത്തിന് മുന്നേ അറിവ് നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാ അർത്ഥത്? അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അർത്ഥം റസൂലുള്ളാഹി പറഞ്ഞു. അവരോട് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു, അഥവാ ഹെയർ അറക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു. ആ അറവ് എന്തായിട്ടില്ല, അത് ഉലൂഹിയ്യത്തല്ല, അത് യഥാർത്ഥത്തിലുള്ള നെഹറായിട്ടില്ല, അത് വെറും സദക്കയാണ്. അതിനെന്ത് ചെയ്യുക? ധർമ്മം ചെയ്യുക. ഇനി നമസ്കാര അനന്തരമാണ് അതിനെ നിർവഹിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി അവിടെ പഠിപ്പിച്ചു. അപ്പൊ നമസ്കാരം എപ്പോഴാണ്? പെരുന്നാൾ നമസ്കാരം ഏറ്റവും അഫ്ളലായ സമയം എപ്പോഴാണ്? നമുക്കറിയാം, അത് ശുറൂക്ക് കഴിഞ്ഞതിന് ശേഷം, അല്ലെ? ശുറൂക്ക് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഏകദേശം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊന്തി ഒരാളുടെ നിഴലിന്റെ ഒരു കുന്തത്തിന്റെ അത്ര അത് ഉയർന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നത്. ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ നിർവഹിക്കലാണ് അത് അഫ്ളൽ. ഏതുവരെ അറക്കാം? ഈ അയ്യാമുൽ തശ്രീഖിന്റെ അവസാനം വരെ അറക്കാം. അയ്യാമു തശ്രീഖ് അല്ലെ, 13, 14, 15 അല്ല 11, 12, 13 ഓർമ്മ വന്നില്ല. 11, 10 യൗമുന്നഹർ. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ 11, 12, 13. 13ന്റെ അവസാനം വരെ എന്ത് ചെയ്യാം? അസർ വരെ അറക്കാനുള്ള സമയമുണ്ട്. അത് പിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആ 13ലേക്കാണ്ട് വെക്കണതിനപ്പുറത്ത് ഏറ്റവും നല്ലത് എന്താണ്? അതിന്റെ ആദ്യ സമയത്ത് അറുക്കല. ഇതൊക്കെ കൃത്യമായി എന്തിനറുക്കണം, എങ്ങനെ അറിയാം, അതിന്റെ സമയം എപ്പോഴാണെന്നുള്ളതൊക്കെ റസൂലുള്ളാഹി വിശദീകരിക്കുന്നു.
കൃത്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി അത് അറുത്ത് കാണിക്കുകയും ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. റബ്ബ് ഇവിടെ പറഞ്ഞ ആയത്തിനൊന്നുകൂടി പറയാം, ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്കുള്ള ഒരുപാട് ഉപകാരങ്ങൾക്ക് അവർ സാക്ഷിയാകാൻ വേണ്ടി, അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾക്ക് അവർ ഷാഹിദാവാൻ വേണ്ടി റബ്ബ് പറയുന്നു, വയദ്കുറുസ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിനെ അവർ ഓർക്കാൻ വേണ്ടി, പടച്ച റബ്ബിന്റെ ദിക്ർ അവരുടെ മനസ്സുകളിൽ നിലനിൽക്കാൻ വേണ്ടി, അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹ് അവർക്ക് നൽകിയ കന്നുകാലികളിൽ നിന്ന് അവരർക്കണമെന്നാണ്. അള്ളാഹ് അവർക്ക് നൽകിയ കന്നുകാലികൾ. അപ്പോൾ ഒരാൾ പറയാണ്, ഈ ഒട്ടകത്തിനേക്കാൾ അതല്ലെങ്കിൽ ആടിനേക്കാൾ മാടിനേക്കാൾ നല്ലത് ഒരു മുയലിനർത്താലോ? അതെന്തല്ല, പറ്റൂല, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം അത്രക്കും കൃത്യമായി പറഞ്ഞു എന്നാണ്. ഇനിയിപ്പോ ഒരാളെ തോന്നുകയാണ് മാനിറച്ചി അർച്ചൂടെ, പക്ഷെ അതെന്തല്ല, ബലികർമ്മമായിട്ട് അള്ളാന്റെ റസൂല് വിശദീകരിച്ചിട്ടില്ല. അപ്പൊ എന്തിനാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗൗരവം പറയാനാണ്. ഇങ്ങനെ കൃത്യമായി ഉളൂഹിയത്തിനെ അതല്ലെങ്കിൽ ഹദിയിനെ ഇത്തരത്തിലുള്ള ബലികർമ്മത്തെ അഖീഖയായാലും ഏതായാലും ഇങ്ങനത്തെ അറിവ് കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിച്ചതാണ് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും. അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് എന്നുള്ള നിലക്ക് മാത്രം സൂചിപ്പിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതിനെങ്ങനെ വിശദീകരിക്കണം, എങ്ങനെ അറക്കണം, എന്തിനറക്കണം. അതിനെ ഒട്ടകം എന്ന് പറഞ്ഞാൽ പാഞ്ഞു പോയി എല്ലാ ഒട്ടകത്തിനും പിടിച്ചിറക്കാനല്ല, ആ ഒട്ടകത്തിന്റെ പ്രായം വരെ അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു. 5 വയസ്സായ ഒട്ടകങ്ങളെ അറക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇനി അത് മാടുകളാണെങ്കിൽ 2 വയസ്സെത്തണമെന്നും അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു. ഇനി ആടാണെങ്കിൽ, ആടിന്റെ ഇനങ്ങളാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാണെന്ന് പറഞ്ഞു, അത് കോലാടാണെങ്കിൽ. എന്നാൽ ചെമ്മരിയാടാണെങ്കിൽ 6 മാസമായാലും നിങ്ങൾക്ക് അതിനെ അറുക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ലാ തദ്ബഹു ഇല്ലാ മുസിന്ന ഇല്ലാ അൻ യഅസുറ അലൈക്കും ഫതദ്ബഹു ജദഅതൻ മിനൽ ലഅൻ, അഥവാ ചെമ്മരിയാട് 6 മാസം പ്രായമാകുമ്പോൾ അതിനെ നിങ്ങൾക്ക് അറക്കാൻ ജദഅത്ത് കിട്ടിയില്ലെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വിശദീകരിച്ചത് ഇതിന്റെ ഇനങ്ങളെ വിശദീകരിക്കാനാണ്, ഇതിന്റെ കാര്യങ്ങളെ പഠിപ്പിച്ചു തരാനാണ്. എങ്ങനെ അറക്കണം എന്ന് വരെ അള്ളാന്റെ റസൂല് പറഞ്ഞു. എങ്ങനെ അറക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചില ആളുകൾക്ക് ഒന്നിനെ മൊത്തം അറക്കാൻ അതിനുള്ള പാകത അയാൾക്കില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഒരു ഒട്ടകത്തിന്റെയോ മാടിന്റെയോ കാര്യത്തിൽ 7 ആളുകൾക്ക് വരെ പങ്കുചേരാം, 7 ആളുകൾക്ക് വരെ പങ്കുചേരാമെന്നും പറഞ്ഞു. ഷിറാക്കത്ത്, അതിൽ മുഷാറക്ക ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ആടിന്റെ വിഷയത്തിൽ ഒരാൾക്ക് മാത്രമേ അത് നിർവഹിക്കാനാവുള്ളൂ. ഇനി ഒരാൾ നിർവഹിക്കുമ്പോൾ അയാളുടെ കുടുംബം അത് നിർവഹിക്കുന്ന ആളുടെ കുടുംബത്തിന് വേണ്ടി എന്നുള്ള നിലക്ക് ഒരാടിനെ അറക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലഹ ബികബിഷിൻ, ഒരാടിനെ റസൂലുള്ളാഹി ഉളൂഹിയത്ത് അർത്തു. ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അതിനെ അറക്കുമ്പോൾ ബിസ്മില്ലാ വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നും പറഞ്ഞു. ഹാദാ അന്നി വഅമ്മൻ ലം യുളഹി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തില് ഉളൂഹിയത്ത് അറുക്കാത്തവന്റെ പേരിൽ, അതുപോലെ തന്നെ എൻ്റെ പേരിൽ ഞാൻ ഇതിനെ അറുക്കുന്നു എന്ന് റസൂലുള്ളാഹി ഒരാടിനെ അർത്ഥപ്പോൾ പറഞ്ഞു. പക്ഷെ മുഷാറക്ക എന്തില്ല, ആടിലില്ല. മുഷാറക്ക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുമ്പോൾ അതിൽ പങ്കുചേരണ്ട. പക്ഷെ കുടുംബത്തിന് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാം, ഒരാടിനെ അറുക്കാം. അത്ര കഴിവുള്ളവനാണ് എങ്കിൽ അതിനെ അറുക്കാം. ഇനി കൂടുതൽ കഴിവുള്ളവൻ എന്ത് ചെയ്യാം, ഒരു മാടിനെ വാങ്ങാം, ആ മാടിനെ അറുക്കാം, അതും കുടുംബത്തിന്റെ പേരിൽ അറുക്കാം. ഇനി അറുക്കുന്നവൻ മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറുക്കുന്ന നിബന്ധനകൾ ദുൽഹിജ്ജ 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യട്ടെ, അവന്റെ മുടിയെയും അവന്റെ നഖങ്ങളെയും അവൻ പിടിച്ചു വെക്കട്ടെ. അതായത് ഇതിന്റെ ഒരു മര്യാദ പഠിപ്പിക്കാൻ. ഇനി അത് പിടിച്ചു വെക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി ഒരാൾ അത് നിർവഹിക്കുമ്പോൾ കുടുംബക്കാർ മുഴുവൻ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ മുടി മുറിക്കാതെ അല്ലെങ്കിൽ നഖം മുറിക്കാതെ. ഇതിനു വേണ്ടി പണം അടച്ചവനാരോ അയാൾ എന്ത് ചെയ്താൽ മതി, അതിനെ പിടിച്ചു വെക്കുക. എന്നിട്ട് എപ്പോഴാണ് പിന്നെ ഇയാൾക്ക് മുടി മുറിക്കുക, പെരുന്നാളിന്റെ അത് വരെയാണ്, അല്ല, അറവ് കഴിയുന്നത് വരെ അയാൾ കാത്തു നിൽക്കണം എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. അറവ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, അയാൾ നഖങ്ങൾ എടുക്കേണ്ടത്, അയാളുടെ മുടി എടുക്കേണ്ടത് എന്നൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു. ഇനി റസൂലുള്ളാഹി വീണ്ടും വിശദീകരിച്ചു, ഉളൂഹിയത്ത് അറക്കുമ്പോൾ ഈ ഒട്ടകമാകട്ടെ, ആടാവട്ടെ, മാടാവട്ടെ, ഇതിന് ചില നിബന്ധനകളും വെച്ചു. പ്രായം എന്നുള്ള നിബന്ധന നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു, വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അറുക്കരുത് എന്നും പറഞ്ഞു. ആ ന്യൂനത എന്തൊക്കെയാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഓരോന്ന് ഇത്രക്കും ക്രിസ്റ്റലായി ക്ലിയറായി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിശദീകരിക്കാൻ. കാരണം ഇതിൽ ഇനി ഒരു അവ്യക്തത വരാൻ പാടില്ല, ഇതിൽ ഇനി ഒരു സൂക്ഷ്മത ഇല്ലായ്മ കടന്നു വരാൻ പാടില്ല. അത്രക്കും അഫ്ളലായ ശ്രേഷ്ഠമായ ഒരു അമലാണ് ഒരാൾ നിർവഹിക്കുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടിയുള്ളതാണ്. റബ്ബിനൊരിക്കലും അറക്കുന്നതിന്റെ ഇറച്ചിയോ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ റബ്ബിലേക്ക് എത്തൂല. റബ്ബിലേക്ക് അതിന്റെ മാംസമോ അതിന്റെ രക്തമോ എത്തുന്നില്ല. പക്ഷെ റബ്ബിലേക്ക് എത്തുന്നത് എന്താണ്,
വലാകി യനാലുഹു തഖ്വ. ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ എത്ര സൂക്ഷ്മതാബോധമുള്ളവനാണ്, എത്ര റബ്ബിനെ സൂക്ഷിക്കുന്നവനാണ് എന്നാ തഖ്വ റബ്ബ് നോക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിലേക്ക് എത്ര അയാൾ അടുക്കുന്നു എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഈ അറക്കണ സമയത്ത് ഉള്ള ന്യൂനതകൾ ചിലത് റസൂല പറഞ്ഞു. ഈ കണ്ണ് കാണാത്ത അന്ധയായ മൃഗങ്ങൾ എന്ത് ചെയ്യരുത്, അറക്കാൻ പാടില്ല. അതുപോലെ തന്നെ രോഗികളായ അല്ലെ, മരീളത്തൻ ബയ്യിനത്തു മറളുഹ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അല്ലെ, അൽ ഔറാഉ ബയ്യിനത്തു ഔറുഹ വൽ മരീളത്തു ബയ്യിനത്തു മറളുഹ വൽ അർജാഉ ബയ്യിനത്തു അർജുഹ എന്ന് റസൂൽ അങ്ങനെ വിശദീകരിച്ചു. അഥവാ കാഴ്ച ശക്തി ഇല്ലാത്തതിനെ കൊണ്ട് ചെയ്തരുത്, അറക്കരുത്. ഇനി അതേപോലെ തന്നെ രോഗിണിയായതിനെ അറക്കരുത്, അതുപോലെ തന്നെ മുടന്തുള്ളതിനെ അറക്കരുത്, മുടന്തുള്ളതിനെയും അറക്കരുത്. റസൂൽ അങ്ങനെ ഓരോന്ന് വിശദീകരിച്ചു. എന്നാൽ ഒരാൾ ഇങ്ങനെ ഉരുവിനെ പൈസ കൊടുത്ത് വാങ്ങി അറിവ് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറയണത് അതിന് ഇന്ന പോരായ്മകൾ ഉണ്ടായിരുന്നു, അപ്പം അയാൾ വേറെ മാറ്റി ഇറക്കണോ? വേണ്ട എന്നാണ് ആവശ്യം. പക്ഷെ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായി അതിനെ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ പോലും ഈ അമലിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അള്ളാഹിൻ്റെ റസൂല് വിശദീകരിച്ചതാണ് എന്നാണ് ഈ പറഞ്ഞത്. ഈ ആയത്ത് ഹദീസൊക്കെ നമ്മൾ കുറേ കാലമായി കേൾക്കണത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വിശദീകരിക്കാൻ മാത്രമാണ് ഞാൻ ഇന്നതിനെ ആ ഒരു നിലക്ക് റസൂൽ പറഞ്ഞു അന്നഹ ലാ തുജിസു ഫിൽ, ഈ ഒരു കാര്യത്തെ ഇങ്ങനത്തെ ഇതിനെ ആരെങ്കിലും അർത്ഥ കഴിഞ്ഞാൽ അന്നഹ ലാ തുജിസു ഫിൽ അല്ലാഹി, അങ്ങനെ കണ്ടിട്ടും ആ ന്യൂനതകൾ പരിഗണിക്കാതെ അതിന് പോയാണ്ട് അർത്ഥം ഏതായാലും എൻ്റെ കായ് കുറേ പോയി എന്നുള്ള നിലക്ക് അതിന് അർത്ഥം കഴിഞ്ഞാൽ അതെന്താവൂല, ഉളിഹത്താവൂല. അതൊരിക്കലും ഉളിഹത്തായി പരിഗണിക്കപ്പെടൂല. മജ്ജയില്ലാത്തതിന് എന്ത് ചെയ്തു അല്ലാതെ അറക്കരുത് എന്ന് റസൂൽ വേറെ റിവായത്തുകളിലൊക്കെ അത് കാണാൻ കഴിയും. വൽ അജ്ഫ, അല്ല അജ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ മുഖലഹ എന്നാണ്. മജ്ജയില്ലാത്ത ചില, അത് ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത സാധനമല്ല അള്ളാഹിലേക്ക് കൊടുക്കേണ്ടത്. നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ഇത്തരത്തിലുള്ള സഹീഹത്തായ ഉരുക്കളയായിരിക്കണം അള്ളാഹുവിന് വേണ്ടി. നല്ല ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കക്കാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേർച്ചകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുശ്രിക്കീങ്ങൾ അവരവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി കഅബാലയത്തിൻ്റെ ചുറ്റുമായി പലതിനെയും വെട്ടിക്കൂട്ടി അതിൻ്റെ രക്തവും അതിൻ്റെ മാംസത്തിലും ഇങ്ങനെ കുളിച്ചു നിന്നിരുന്ന ചില നേർച്ച വഴിപാടുകളെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനാകും. അതിൽ നിന്നെല്ലാം ഈ ഒരു ഉലൂഹിയത്തിൻ്റെ വിശുദ്ധിയെ ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. ഇപ്പം ചില ആൾക്കാർ തോന്നും എത്ര മൃഗീയമാണ്, എത്ര ആളുകളെയാണ്, എത്ര കന്നുകാലികളെയാണ് ഒരു ദുൽഹിജ്ജ 10 ആളുകൾ ഇങ്ങനെ വെട്ടിനിരത്തുന്നത്. ഇസ്ലാമിൻ്റെ ഒരു വികലമായ ചിത്രത്തെ പലപ്പോഴും യുക്തിവാദികൾ, അതിൽ മറ്റുള്ള ലിബറൽ ചിന്താഗതിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ അതിനെങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ കാണാം. പക്ഷേ അതിനൊക്കെയുള്ള മറുപടി എന്താണെന്നുള്ളത് ശാസ്ത്രം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞു. ഒരു ആവാസ വ്യവസ്ഥയെ ഈ ലോകത്ത് അള്ളാഹു സ്ഥാപിച്ച, ഈ ലോകത്ത് റബ്ബിൻ്റെതായ തീരുമാനപ്രകാരം റബ്ബ് കൊണ്ടുവന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. മനുഷ്യൻ എന്തിനെ തിന്നാം, അതുപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾ എന്തിനെ ഭക്ഷിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥ. ഈ ആവാസ വ്യവസ്ഥയെ വിശദീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആശങ്കകളും എന്ത് ചെയ്യും, നീങ്ങുമെന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രമായി എന്ത് ചെയ്യുന്നു, പലരും ഈ വിഷയങ്ങളെ എടുത്തു മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു അറിവ് ആടുകൾ ഇങ്ങനെ കുറേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഈ ഒരുപാട് ആടുകളുള്ള ഒരാൾ, ഒരുപാട് ഒട്ടകങ്ങളുള്ള ഒരാൾ, ഒരുപാട് മാടുകളുള്ള ഒരാൾ, അയാൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അറിവ് നടത്തുകയാണെങ്കിൽ അതിൽ അഭിവൃദ്ധിയല്ലാതെ, ആധിക്യമല്ലാതെ ഒരു കുറവും വരുന്നതായി എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ കഴിയൂല. ഇത്രയും കാലമായിട്ട് എത്രയോ ആട്ടിൻപറ്റങ്ങൾ പെറ്റി പെരുകുക എന്നല്ലാതെ അതിലൊരു കുറവ് വരുന്നതായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാണുന്നുമില്ല. ആ രീതിയിലാണ് അള്ളാഹു ഇതിൻ്റെ നിബന്ധനകളെ വെച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിബന്ധനകളെ വിശദീകരിച്ചിട്ടുള്ളത് അല്ലെ, ഇതിങ്ങനെ പെരുകുന്ന രീതിയിലായിരിക്കും. അത് അള്ളാഹു അതിലുള്ളൊരു ബർക്കത്താൻ. അള്ളാഹു ആ ഒരു കാര്യത്തിൽ കാണിക്കുന്ന, അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു വലിയ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിൽ റബ്ബ് കാണിക്കുന്ന ബർക്കത്താൻ. നന്ദി ചെയ്യുന്നത് എന്നുള്ളത് പോലും വിശുദ്ധ ഖുർആന്റെ ആയത്താൻ. റബ്ബ് എന്തിനാണ് ഇത് ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവർ. റബ്ബ് തന്ന ഈ ഒരു നിഅമത്തിന് നന്ദി കാണിക്കാൻ എന്ന് പറയുമ്പോൾ ആ നന്ദി കാണിക്കപ്പെടുന്നതിലൂടെ ആ നിഅമത്തിൽ ബർക്കത്തുണ്ടാകുന്നു, ആധിക്യമുണ്ടാകുന്നു. അത് റബ്ബിന്റെ വാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച കാര്യങ്ങളുമാണ്. ഏതായാലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകളാണ് ബലി എന്നുള്ള കർമ്മം എനിക്കും നിങ്ങൾക്കും സമ്മാനിക്കുന്നത്. ആ ഒരു കാലം മുതലാണ് എന്ത് ചെയ്തത്, ഈ ഉലൂഹിയത്ത് അല്ലെങ്കിൽ ഈ നെഹർ എന്ത് ചെയ്ത് നിർബന്ധമായത്. അതിന് മുന്നേ മുൻഗാമികളായ പല സമുദായവും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ബലികർമ്മം അവരുടെ മേലെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബ്. പക്ഷെ നിർബന്ധമായ ഒരു നിർബന്ധ സ്വരത്തിൽ
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഇങ്ങനെ ആ ഒരു നെറ്റിയും എവിടെ കിടത്തിയിട്ട് മകനെ അറുക്കാൻ നിൽക്കുന്ന ചില രംഗങ്ങളെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഓതിപ്പോയതാണ്. സൂറത്ത് ഹജ്ജിൽ സവിസ്തരം ഈ ബലികർമ്മവുമായി ബന്ധപ്പെട്ടുള്ള റബ്ബിന്റെ വിധിവിലക്കുകളെ കാണാനാകും. ഈ ഒരു ചരിത്രത്തെ റബ്ബ് ഇങ്ങനെ വിശദീകരിക്കാൻ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ സംബന്ധിച്ച്. വക്രതയില്ലാത്ത ഋജുവായ ഏറ്റവും നല്ല മില്ലത്ത്, ആ മില്ലത്തിനെ മുറുകെ പിടിക്കണം എന്നും പറഞ്ഞു. മുസ്ലിം സമൂഹം ഈ ബലികർമ്മം എന്ന കർമ്മം നിർവഹിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള ചിന്ത വരണം. കാരണം റബ്ബിന്റെ കൽപ്പനയ്ക്ക് ഞാൻ എന്താണ് കീഴ്പ്പെട്ടവനാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ കീഴ്പ്പെടുന്നുണ്ട് എന്നുള്ളത് അത് വേറെ വിഷയമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ എത്രമാത്രം നമ്മൾ മാനിക്കുന്നു, എത്രമാത്രം ബഹുമാനിക്കുന്നു, എത്രമാത്രം അതിനുവേണ്ടി എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിന് കീഴ്പ്പെട്ടിട്ടുണ്ട്, ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു എന്നു രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിക്റുകളെ പഠിപ്പിച്ചു. അദ്കാറുകൾ. അതിലൊരു ദിക്ർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് അല്ലാഹുമ്മ അസ്ബഹ്ന അലാ മില്ലത്തി, ആദ്യം പറഞ്ഞ അല്ലാഹുമ്മ അസ്ബഹ്ന അലാ മില്ലത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് വ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മില്ലത്തി അബീന ഇബ്രാഹിം. വേറെ ചില റിവായത്തിൽ അബീന എന്നില്ല. വ മില്ലത്തി ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. എല്ലാ സുബഹിക്കും എല്ലാ പ്രഭാതങ്ങളിലും അള്ളാഹിന്റെ റസൂൽ ഇത് പറഞ്ഞിരുന്നു എന്നാണ്. അതിനർത്ഥം നമുക്കറിയാം, ഞാൻ നേരം പുലർന്നിരിക്കുന്നു. എങ്ങനെ നേരം പുലർന്നത്? അല മില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മില്ലത്തിലാണ് ഞാൻ ഇന്ന് നേരം പുലർന്നത്. ഒരു മുസ്ലിമായിട്ടാണ് ഞാൻ ഇന്ന് പുലർന്നത്. പക്ഷെ എത്ര ആൾക്കാർ ഇങ്ങനെ ഒരു മുസ്ലിമായിട്ട് നേരം പുലർന്നതെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാനാവുന്ന മുസ്ലിങ്ങൾക്ക്? എല്ലാ ആഘോഷം എടുത്തു നോക്കിയാലും എല്ലാ ജീവിതത്തിന്റെ രീതികൾ എടുത്തു നോക്കി കഴിഞ്ഞാലും ഓരോ ദിവസം വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മാറുന്ന മുസ്ലിമീങ്ങളെ നമുക്ക് കാണാം. ഇസ്ലാമിനനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം തനിക്കനുസരിച്ച് ഇസ്ലാമിനെ കൊണ്ടുപോകുന്ന ആളുകളെ ഇന്ന് കാണാം. ഈ നബിയുടെ ദുആയുടെ പ്രസക്തി അവിടെയാണ്. റസൂൽ ആദ്യം പറയാൻ അസ്ബഹ്ന അലാ മില്ലത്തിൽ ഇസ്ലാം, അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം. വേറെ റിവായത്തിൽ ഇവിടെ അലാ മില്ലത്തിൽ ഇസ്ലാം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തില്ല അലാ മില്ലത്തിൽ ഇസ്ലാം, അല ഫിത്രത്തിൽ ഇസ്ലാം എന്നുള്ളതുകൊണ്ട് ചില റിവായത്തുകളിൽ. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രകൃതി, ശുദ്ധ പ്രകൃതി, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതി. മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതേ പാത, അർത്ഥം ഒന്നാണ്, പക്ഷെ ലഫ്ളിൽ വ്യത്യാസം വന്നു. ഈ രണ്ട് ലഫ്ളും സ്വീകാര്യമാക്കപ്പെട്ട ഹദീസുകളിൽ കാണാം. അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ അസ്ബഹ്ന അലാ മില്ലത്തിൽ ഇസ്ലാം. കാരണം ഈ ഇവിടെ മില്ലത്ത് പറഞ്ഞപ്പോൾ മറ്റോടത്ത് എന്ത് ചെയ്തു? മില്ലത്ത് ഇബ്രാഹിം എന്നുള്ള നിലക്ക് തന്നെ വിശദീകരിക്കപ്പെട്ടു. അങ്ങനെ ഒരാൾ പ്രഖ്യാപിക്കണം രാവിലെ വ കലിമത്തിൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത്, ആ കലിമത്തിന്റെ ഉണർവിലാണ് ഞാൻ ഇന്ന് നേരം പുലർന്നത്. മാത്രവുമല്ല വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തന്ന നബിയുടെ ദീനനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനായിട്ടാണ് ഇന്ന് ഞാൻ നേരം പുലർന്നത്. എന്നിട്ട് വഅല മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിമിന്റെ ഋജുവായ ഒരു പാത, ഒരു മില്ലത്ത്. അപ്പൊ ഇബ്രാഹിം നബിന്റെ ഓർമ്മകളാണ് ഓരോ നേരം പുലർമ്പോഴും മുസ്ലിമിനുള്ളത്. പലപ്പോഴും ചില ആളുകൾക്ക് അത് മില്ലത്ത് ഇബ്രാഹിം എന്ന ഖുത്ബ കേൾക്കുമ്പോൾ ഇബ്രാഹിം നബിന്റെ ചരിത്രം കേട്ട് ഇബ്രാഹിം നബിന്റെ ഓർമ്മകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബലിയിറക്കുന്നു, ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നു, ഉംറകൾ നിർവഹിക്കപ്പെടുന്നു. മാത്രമല്ല ഓരോ ദിവസവും എന്താകുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ ഒരാളുടെ മനസ്സിലാണ്. കാരണം ഇബ്രാഹിം നബിനോട് അള്ളാഹു അസ്ലിം, മുസ്ലിമാവ്, കീഴ്പ്പെടുന്ന് പറഞ്ഞപ്പോൾ ആ ഉടനെ പ്രഖ്യാപിച്ച അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും, എൻ്റെ ഇഷ്ടങ്ങളും, എൻ്റെ ആഗ്രഹങ്ങളും, എൻ്റെ എല്ലാ മോഹങ്ങളും അത് റബ്ബിനനുസരിച്ചാണ്. ആ റബ്ബിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. എൻ്റെ ഇച്ഛകൾക്കനുസരിച്ചല്ല എൻ്റെ ജീവിതം, എൻ്റെ തോന്നലുകൾക്കനുസരിച്ചല്ല എൻ്റെ ജീവിതം എൻ്റെ റബ്ബിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാൻ എന്നുള്ള പ്രഖ്യാപനം നടത്തിയവനാണ് ഇബ്രാഹിം നബി. ഇനി അറവുമായി ബന്ധപ്പെട്ടിട്ട് മോനെങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്ന രംഗത്ത് അല്ലാഹു സൂറത്തു സ്വാഫാത്തിൽ പറഞ്ഞു. റബ്ബ് പറയുന്നു ഫലമ്മാ ബലഗ മഅഹു സഅയ, അല്ലെ, നടക്കാൻ പാകമാകുന്ന ഒരു പ്രായമെത്തിയപ്പോ, ഒന്ന് ഓടാനും ചാടാനും ഒക്കെ ഒരു കഴിവെത്തിയ സമയത്ത് തൻ്റെ മകനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പോകുന്നു. ഖാല, എന്നിട്ട് പറഞ്ഞു യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ കുഞ്ഞുമോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്, അല്ലെ, ഞാൻ ഉറക്കത്തിൽ കണ്ടു ഞാൻ നിന്നെ അറുക്കുന്നവനായി. ഞാൻ സ്വപ്നം കണ്ടു, എനിക്കൊരു സ്വപ്നം കണ്ടു, നിന്നെ ഞാൻ അറുക്കുന്നവനായി. അന്യ അദ്ബഹുക്, ഇത് മോനോട് നേരിട്ട് പറഞ്ഞു. മോന് പ്രാപ്തി എത്തിയിട്ടുണ്ട്, നടക്കാനും അതുപോലെ തന്നെ ഓടാനും ശാരീരികമായ മികവ് എത്തിയ സമയത്താൻ വാർദ്ധക്യത്തിന്റെ ബലഹീനതയിൽ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞുമോഹന്റെ മുഖത്ത് നോക്കി പറയാണ് ഞാൻ നിന്നെ അറുക്കണമെന്നുള്ള രീതിയിൽ സ്വപ്നം കണ്ടു മോനെ.
ആ മോനെ വളർത്തിയത് ഈ ഒരു ഹനീഫയായ ഋജുവായി ദീനനുസരിച്ചിട്ടാണ്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല. നമ്മളെ മക്കളാണെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങൾ പറയും, നമ്മളാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് വേണ്ടി ഞാൻ കീഴൊതുങ്ങി എന്ന പ്രഖ്യാപനം അത് ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മോനും അതേപോലെ തന്നെ. മോനോട് ചോദിച്ചു, ഫൻദുർ മാദാ തറ, മോനെ നിന്റെ അഭിപ്രായം എന്താ? അത് കണ്ടു കഴിഞ്ഞാൽ ആ യാഥാർത്ഥ്യം, ആ സ്വപ്നം അതൊരു യാഥാർത്ഥ്യമാകണം, ആ യാഥാർത്ഥ്യമായി പുലരണം. അമ്പിയാക്കളുടെ സ്വപ്നമാണല്ലോ. മകൻ പറഞ്ഞ മറുപടി നമുക്ക് സുപരിചിതമാണ്. ഖാല, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞു, യാ അബത്തി, എൻ്റെ ഉപ്പാ, ഇഫ്അൽ മാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതെന്താണോ അത് നിങ്ങൾ ചെയ്യുക. അള്ളാഹ് കൽപ്പിച്ചത് എന്നെ കൊല്ലാനാണെങ്കിൽ, എന്നെ അറുക്കാനാണെങ്കിൽ അർത്തോ വാപ്പ എന്നുള്ള നിലക്ക് ഇതിങ്ങനെ പാടുന്ന നല്ല രസമുള്ള ഈരടികൾ കൊടുത്ത് ഈ കഥകളെങ്ങനെ പാട്ട് പാടി രചിച്ച പാട്ട് പാടി ആനന്ദം കൊള്ളുന്ന മുസ്ലിങ്ങളെ കാണാം. പക്ഷേ ആ ജീവിതത്തിലെ പാഠങ്ങളെ ഇന്ന് മുസ്ലിം ലോകം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്രമാത്രം റബ്ബിലേക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ഇവിടെ റബ്ബ് പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്, ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്നെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ക്ഷമിക്കുന്നതാണ്. ജീവിതത്തിൽ അള്ളാഹ്ക്ക് കീഴ്പ്പെടണമെങ്കിൽ ക്ഷമ വേണം, നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം. നിസ്കാരം ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന മക്കളെയാണ് ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മളെ കുറേ മക്കളവിടെ ഒളിച്ചുകൂട്ടി. ആ മക്കള് പലപ്പോഴും പറഞ്ഞു കുറേ നിസ്കാരം സ്കിപ്പായതിനെ സംബന്ധിച്ച്. സ്കിപ്പാകുക എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ വരുന്ന ആഡിനെ ഇങ്ങനെ വളരെ ലാഘവത്തോടെ സ്കിപ്പ് ചെയ്യണത് കാണാം, ഓരോ കാര്യം ഇങ്ങനെ മറിച്ചിടുന്നത് കാണാം. ഈ ലാഘവത്തിൽ ഇസ്ലാമികമായി റബ്ബ് നിർബന്ധമാക്കിയ ആരാധനകളെ സ്കിപ്പ് ചെയ്ത് ശീലിച്ച തലമുറയാണ് നാളെ ഇനി വളർന്നു വരാൻ പോകുന്നത്. ആ തലമുറ അത് ശീലിച്ചത് ആരിൽ നിന്നാണ്? സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ്, അത് സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ്. ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ, ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ നമസ്കാരങ്ങൾ എങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ മക്കളുടെ മനസ്സിൽ അതിനോടുണ്ടായിരുന്ന ലാഘവം, ആ ഒരു ബോധം, പ്രിയപ്പെട്ടവരെ, മക്കളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കുറ്റം പറയാൻ പറ്റൂല. കാരണം അത് കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മളെപ്പോലുള്ള ആളുകളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ആ ഒരു സൂക്ഷ്മത കൊണ്ടുവരാൻ ഇത്തരം വാക്കുകളെ, ഇത്തരം സംസാരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യുമാറാവട്ടെ. ഈ മകൻ പറഞ്ഞു, കണ്ടതെന്താണോ ഉപ്പ, ഞാൻ ക്ഷമാലുക്കളിൽ പെട്ടവനാണ്. റബ്ബിന്റെ കൽപ്പനയെ അനുസരിക്കാൻ ക്ഷമയോടെ നിലകൊള്ളുന്നവൻ, റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ അകറ്റാൻ ക്ഷമയോടെ നിലകൊള്ളുന്നവൻ. അല്ലേ? അതൊരു വാക്കന്നെ, ഇന്നി മിനസ് സ്വാബിരീൻ, അല്ലേ? എന്നെ സ്വാബിരീങ്ങളിൽ കാണാൻ ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കണമെങ്കിൽ. അവിടെയും പറഞ്ഞു, ഉറപ്പറഞ്ഞില്ല, അള്ളാഹ് ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ സ്വാബിരീങ്ങളിൽ പെട്ടവനാണ്. അതിനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അള്ളാഹ് സഹായിക്കുമെന്നുള്ളത് ആ ഒരു ആയത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പറയുന്നു ഫലമ്മ അസ്ലമ, അവിടെയാണ് അടിവരടേണ്ടത്. ഫലമ്മ അസ്ലമ. എത്ര സ്ഥലത്താണ് ഇബ്രാഹിം നബിന്റെ ഇസ്ലാമിനെ എങ്ങനെ പറയണത്? മുസ്ലിം, കീഴൊതുങ്ങിയവൻ, റബ്ബിലേക്ക് കീഴ്പ്പെട്ടവൻ എന്ന വാക്കിനെ പറയണത്. നേരത്തെ പറഞ്ഞ അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് വേറെ സൂറത്തിലാ, ഇത് വേറെ സൂറത്തിലാ, ഓരോ സ്ഥലത്ത്. അപ്പൊ ഈ വാക്കിന്റെ ഗൗരവമാണ് റബ്ബ് സൂചിപ്പിക്കുന്നത്. ഫലമ്മ അസ്ലമ, ഇബ്രാഹിമും അതുപോലെ തന്നെ പിതാവ് മകൻ ഇസ്മായിലും കീഴ്പ്പെട്ടപ്പോൾ, മുസ്ലിമീങ്ങളായപ്പോൾ എന്നാണ് റബ്ബിന്റെ കൽപ്പനക്കവർ കീഴ്പ്പെട്ടപ്പോൾ. ഓരോ പറഞ്ഞ ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ആ ഒരു കർമ്മം. നമ്മളോട് പറഞ്ഞ കർമ്മം വലിയ പ്രയാസമൊന്നും ഇല്ല. എന്നാലും 5 നേരത്തെ നിസ്കാരമാണെങ്കിലും റമദാനിലെ നോമ്പാണെങ്കിലും കഴിവുണ്ടെങ്കിലുള്ള ഹജ്ജാണെങ്കിലും കഴിവുണ്ടെങ്കിലുള്ള സക്കാത്താണെങ്കിലും അത്ര വലിയ പ്രയാസമായിട്ട് നമുക്ക് തോന്നൂല, അല്ലേ? ഏതൊരു ആരാധനകളാണെങ്കിലും ഒരിക്കലും പ്രയാസമായിട്ട് തോന്നൂല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതൊരു പ്രയാസമായി അനുഭവപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹൃദയ വിശാലതയോടെ, മനസ്സോടെ, നിറഞ്ഞ മനസ്സോടെ അതിനെ സ്വീകരിച്ചവരാണ്. അത് അറബ് പറഞ്ഞു ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും അതിലേക്ക് വഴങ്ങിയപ്പോൾ, അവരുടെ മനസ്സ് അതിനെ പാകപ്പെടുത്തിയപ്പോ വതല്ലഹു ലിൽ ജബീൻ, നെറ്റിത്താട അവിടെ അങ്ങനെ വെച്ചു കൊടുത്തു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മോനെ അവിടെ നെറ്റിത്താട അവിടെ താഴ്ച വെച്ചിട്ട് കിടത്തി കൊടുത്ത രംഗം അല്ലാഹ് പറഞ്ഞു. വതല്ലഹു ലിൽ ജബീൻ. അങ്ങനെ അറക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വനാദൈനാഹു യാ ഇബ്രാഹിം, അള്ളാഹ് വിളിച്ചു, ഇബ്രാഹിമേ, നാം അവനെ വിളിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, ഖദ് സദഖ്ത റുഇയ, നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നിന്റെ സ്വപ്നത്തിൽ സത്യസന്ധത കാട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞു. ഇതുവരെയുള്ളതേ അള്ളാഹ് എന്ത് ചെയ്തിട്ടുള്ളൂ? കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ ഭാഗം അത് പൂർണ്ണമാക്കിയിട്ടുണ്ട് ഇബ്രാഹിമെ എന്ന് പറയുകയും അള്ളാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്,
ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ജീവിതത്തിൽ നന്മയുള്ളവരാണെങ്കിൽ അപ്രകാരം നാം അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹ് നമ്മളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ അള്ളാഹു നന്മകൾ സമ്മാനിക്കുമെന്നാണ്. അള്ളാഹു നന്മകൾ സമ്മാനിക്കും. അങ്ങനത്തെ മുഹ്സിനീങ്ങൾക്ക് ഒരുപാട് ജീവിതം ഇഹത്തിലും പരത്തിലും അള്ളാഹ് എന്ത് ചെയ്യും? നന്മകൾ നൽകും. കാരണം റബ്ബിനെ നമ്മൾ പരിഗണിച്ചതാണ്, റബ്ബിന്റെ കൽപ്പനയെ നമ്മൾ ബഹുമാനിച്ചതാണ്. അതുകൊണ്ട് റബ്ബ് നമുക്ക് ആദരവും ബഹുമാനവും നൽകുന്നുവെന്ന് റബ്ബ് അവിടെ പറഞ്ഞു. എന്നിട്ട് റബ്ബ് പറയാൻ ഈ ഒരു കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് റബ്ബ് പറയാം, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ചില ആളുകൾക്ക് അള്ളാഹു ആരാധനകൾ കൊണ്ട് ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ റബ്ബ് നൽകും. ഇതൊരു വ്യക്തമായ പരീക്ഷണമാണ്. ഈ വ്യക്തമായ പരീക്ഷണം അപ്പൊ 5 നേരത്തെ നമസ്കാരങ്ങളാകട്ടെ, റമദാനിലെ നോമ്പാവട്ടെ, മറ്റ് എന്ത് കർമ്മങ്ങളാവട്ടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളാവട്ടെ, ഇത് ചില സമയത്ത് ഇതിന് ചില പ്രതിബന്ധങ്ങൾ വരും, ചില തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു പരീക്ഷിച്ചതാണ്. പക്ഷേ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് എന്തായി? അത് നടന്നു. ജീവിതത്തിൽ നന്മയില്ലേ, ഇഖ്ലാസില്ലേ, ആൾക്കാർക്ക് വേണ്ടിയും അതേ മറ്റുള്ളവന്റെ നിർബന്ധത്തിനും വഴങ്ങിയുമാണ് നമ്മൾ ആരാധനകൾ നിർവഹിക്കുന്നതെങ്കിൽ ഒരു നിലക്കും എന്ത് ചെയ്യൂല, അതിലൊരു നന്മയുണ്ടാവൂല. അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. നല്ല നിലക്ക് അതിന് പ്രതിഫലം പറ്റാൻ നമുക്ക് കഴിയുകയുമില്ല. പക്ഷെ ജീവിതത്തിൽ നന്മയോടെ ശുദ്ധ മനസ്സോടെയാണ് ആരാധനകൾ നിർവഹിക്കുന്നതെങ്കിൽ ആരുടെയും ഫോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കാണണമെന്നില്ല, അത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. ആ കാര്യത്തിൽ സത്യസന്ധത വെച്ച് പുലർത്തുകയാണെങ്കിൽ അതിനെ നിർവഹിക്കാനും അതിനെ പൂർത്തീകരിക്കാനും ആര് തൗഫീക്ക് നൽകും? അള്ളാഹ് തൗഫീക്ക് നൽകും. അള്ളാഹ് അത് പൂർത്തീകരിച്ചു കൊടുത്തത് എങ്ങനെയാണ്? വഫദൈനാഹു ബിദബിഹിൻ അലീം. അല്ലേ? ഒരു പകരം മറ്റൊരു ഉരുവിനെ നാം അവൻക്ക് എന്ത് ചെയ്തു? പ്രായശ്ചിത്തമായിട്ട് നൽകി. മറ്റൊരു സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തു എന്നാണ് ചില മുഫസ്സിറുകൾ അവിടെ രേഖപ്പെടുത്തിയത്. വഖറജ ഷാതം മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തു എന്നാണ് ചില മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചത്. ആ ആടിനെ ഇറക്കാൻ വേണ്ടി പോയി എന്നാണ്. ആടിനെ അറുക്കാനുള്ള രംഗങ്ങളൊക്കെ ഇങ്ങനെ ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ജസാദായിരുന്നു. ദുനിയാവിൽ അതിനെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് കൊടുത്തു. എന്നിട്ട് റബ്ബ് ആ ആയത്തിനെ നിർത്തിയത് ഇങ്ങനെയാണ്, വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ. മറ്റ് ശേഷക്കാരിൽ, ഇനി വരുന്ന തലമുറക്കാരിൽ ഇബ്രാഹീമിന്റെ സൽകീർത്തിയെ നാം എന്ത് ചെയ്തു? നിലനിർത്തി. ഇന്നും ഇബ്രാഹിം ഓർമ്മിക്കപ്പെടാൻ നമ്മൾ അത്തിഹിയാത്തുകളിൽ, പ്രഭാതങ്ങളിലെ പുലരികളിലെ അദ്കാറുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ ഇബ്രാഹിമിന്റെ ചരിത്രങ്ങൾ അള്ളാഹു ഓർമ്മിപ്പിക്കാൻ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സത്യസന്ധത, സിൻസിയറിറ്റി, ആ സിൻസിയറിറ്റി പ്രിയപ്പെട്ടവർ നമ്മൾ ജീവിതത്തിലുണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കാനോ മറ്റുള്ള ബോധ്യപ്പെടുത്തലുകൾക്കോ അല്ല എങ്കിൽ അള്ളാഹു നമ്മുടെ സൽകീർത്തി നിലനിർത്തി തരുമെന്നാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും അതാണ്, വജഅൽനി ലിസാന സദ്ഖിൻ ഫിൽ ആഖിരീൻ. ശേഷക്കാരിൽ എന്റെ കീർത്തിയെ റബ്ബേ നീ നിലനിർത്തി തരണേ. അല്ലെ? നല്ല കീർത്തി, സൽകീർത്തി നിലനിർത്തി തരണേ. ആ കീർത്തി നിലനിർത്തി. അത് സൂറത്ത് ശുഅറായിലായത്താണ്. ഇവിടെ റബ്ബ് പറഞ്ഞത് സൂറത്തു സോഫാത്തിലാണ്, വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ ശേഷക്കാരിൽ നാം എന്ത് ചെയ്തു? വിട്ടേച്ചു. ശേഷക്കാർക്ക് വിട്ടേച്ചു എന്ന് പറഞ്ഞാൽ ചില ആ ആയത്തിനെ ചില മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് ഈ ബലികർമ്മമാകുന്ന കർമ്മം ശേഷക്കാരിൽ നാം എന്ത് ചെയ്തു? വിട്ടേച്ചു എന്നുള്ള നിലക്കും അതിനെ വിശദീകരിച്ചത് കാണാം. ആ ഇബ്രാഹിമിന്റെ ചരിത്ര റബ്ബ് സൂറത്തു സോഫാത്തിൽ അവസാനിപ്പിച്ചത് സലാമുൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. അല്ലേ? ഇബ്രാഹിമിന്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബിന്റെ ആ ഒരു സംഭവം പറഞ്ഞിട്ടാണ് റബ്ബ് അവിടെ സൂറത്തു സോഫാത്തിൽ പറഞ്ഞത്. ഈ സംഭവം ഞാൻ എടുത്ത് പറഞ്ഞത് ആ ഒരു ഓർമ്മകൾ അത്രക്കും നല്ല സത്യസന്ധത കൈവരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നന്മകൾ ചെയ്ത് ഇഹ്സാനോടുകൂടി ചെയ്യേണ്ട ഒരു അമലാണ് ബലികർമ്മം എന്നുള്ളതാണ്. ആ ഒരു വിശുദ്ധിയിൽ അതിനെ നിർവഹിക്കുമ്പോൾ ഇഹത്തിൽ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. സമ്പത്തിൽ ബർക്കത്ത് നൽകുക മാത്രമല്ല, നാളെ പരലോകത്ത് റബ്ബിൽ നിന്നുള്ള വലിയ പ്രതിഫലത്തിന് നമ്മൾ അർഹരാകും. അതാണ് ആ ഒരു ചോദ്യം കേട്ടപ്പോൾ, ഇതിനെ വിശദീകരിച്ചപ്പോൾ ആ ഒരു വിദ്യാർത്ഥി മദീനത്തെ പള്ളിയിൽ നിന്ന് വെച്ച് കടം വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇത് നിർവഹിക്കാൻ പറ്റും. കടം വാങ്ങിയിട്ട് നിർവഹിക്കാൻ പറ്റുമോ? കടം വാങ്ങിയിട്ട് നിർവഹിക്കാം. കടം വാങ്ങി വേറെ ബാധ്യതകളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് നിർവഹിക്കാം. മതപഠന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നില്ല? വേറെ ജോലിക്കൊന്നും പോകുന്ന ആൾക്കാരാവില്ല. പക്ഷേ ആ ഒരു പ്രതിഫലം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനെ വീട്ടാൻ പറ്റുമെന്ന് തോന്നുമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അതിനെ നിർവഹിക്കാമെന്നാണ് ചില ഫുഖഹാക്കൾ അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. കാരണം നബിയുടെ ഒരു ഹദീസ്, ആ ഹദീസ് സ്വഹീഹാണ് എന്നുള്ള നിലയ്ക്ക് സ്ഥിരപ്പെടുന്നില്ല. പക്ഷെ അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം. ഇമാം നസായിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഈ ഒരാൾക്ക് മൻ ലഹു സഅത്തുൻ, ഒരാൾക്ക് വിശാലത ഉണ്ട്,
അയാളുടെ സമ്പത്തിൽ, അല്ലെങ്കിൽ അറുക്കാനുള്ള എല്ലാവിധ സൗകര്യമുണ്ട്. ഫലം യുളഹി, എന്നിട്ട് അയാൾ എന്ത് ചെയ്തില്ല? ഉളൂഹിയത്ത് നടത്തിയില്ല. എല്ലാ സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉണ്ട്, പക്ഷെ അയാൾ ഉളുഹിയത്ത് നടത്തിയില്ല. റസൂലുള്ള പറഞ്ഞു ഫലാ യഖറബന്ന ഇലാ മുസല്ലാന, അയാൾ എന്ത് ചെയ്യേണ്ടതില്ല? എൻ്റെ മുസല്ലയിലേക്ക്, നമ്മുടെ മുസല്ലയിലേക്ക് അയാൾ വരണ്ട, ഈദ് നിസ്കാരത്തിന് അയാൾ വരണ്ട എന്ന് റസൂലുള്ള പറഞ്ഞു എന്നാണ്. പക്ഷേ ഈ ഹദീസ് സ്വഹീഹായിട്ട് എന്ത് ചെയ്യുന്നില്ല? പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്, ചില പണ്ഡിതന്മാർ അത് ദുർബലമാണ്, അതിലെ റാവിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇമാം അൽബാനിയെ പോലുള്ള ചില പണ്ഡിതന്മാർ ഹസനുൽ ഗൈരിഹിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് കാണാം. ഏതായാലും ഹദീസുമായി ചർച്ചകളുണ്ട്. അതിൽ നിന്നൊരു മതവിധി എടുക്കുന്നില്ലെങ്കിലും അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം അത്രക്കും ഗൗരവത്തിൽ ഒരു പക്ഷേ റസൂലുള്ള പറഞ്ഞതായിരിക്കാം ഈ വലിയ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യം. ഒരാൾക്ക് അതിപ്പോ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരാൾക്ക് എല്ലാവിധ സൗകര്യമുണ്ട്, സമ്പാദ്യമുണ്ട്, അതിനുള്ള അവസരങ്ങളും ഉണ്ട്, പക്ഷെ എന്നിട്ട് അയാൾ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ധിക്കാരം തന്നെയാണ്. കാരണം ഇങ്ങനൊക്കെ അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അതിനെങ്ങനൊക്കെ റസൂലുള്ള വിശദീകരിക്കും. എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു, എന്തറക്കണം, എങ്ങനെ അറക്കണം, എപ്പോൾ അറക്കണം, ഏത് രീതിയിൽ അറക്കണം, എന്തിനറക്കണ്ട എന്നുള്ള നിലക്കൊക്കെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടും ഒരാൾ അതിനെ നെവർ മൈൻഡ് ആക്കുകയാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ അസ്ലമ എന്നുള്ള രീതിയിലേക്ക് എത്തുമോ? ഇനി അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള രീതിയിലേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ കഴിയോ? ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഹദീസ് ദുർബലമാണെങ്കിലും അതിന്റെ ആശയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു ചില വർത്തമാനങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കലാമിന്റെ ചില വർത്തമാനങ്ങളിൽ നിന്നെല്ലാം അത് സ്ഥിരപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ അതിനെ അറുത്തത് പല രീതിയിൽ, അതിനെ റസൂൽ ഈ ഒരു കർമ്മം നിർവഹിച്ചതിൻ്റെ ഒക്കെ പല തെളിവുകളും പല സംഭവങ്ങളും ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ അയ്യാമുത്തെ ശരീക്കിന്റെ ദിവസത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, യൗമു അക്കിലിൻ വഷുറുബിൻ, തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്. അഥവാ അർത്ഥത് തിന്നാനും അല്ലെ, അർത്ഥത്തിനെ എന്ത് ചെയ്യണം എന്നും അല്ലാഹ് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. 3 രീതിയിൽ അതിന്റെ കാര്യങ്ങളെ വിശദീകരിച്ചു. ഒന്ന്, നിങ്ങൾ തന്നെ അതിൽ നിന്ന് ഭക്ഷിക്കണം. മാത്രവുമല്ല, സംതൃപ്തി അടയുന്ന ചില ആളുകളുണ്ട്, അത് ഉള്ളതിൽ കിട്ടിയത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ചില ആൾക്കാരോടൊന്നും ചോദിക്കാൻ പോകൂല. അവർ അൽക്കാനിയാൻ. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറുത്ത മാംസത്തിൽ നിന്ന് നിങ്ങൾ നൽകണം. ചില ആൾക്കാർ ചോദിച്ചു വരുന്നവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മാംസം നൽകണം. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാം 3 ഓഹരിയാക്കിയിട്ട് വേറെ രീതിയിൽ 3 ഓഹരികളാക്കിയിട്ട് വെക്കുന്നത്. ഏറ്റവും നല്ലതന്നെ എന്ത് ചെയ്യണം? നല്ലത് നമ്മക്കും ബാക്കിയുള്ള എല്ലും പൊടിയും ബാക്കിയൊക്കെ എന്ത് ചെയ്യുക? ആൾക്കാർക്ക് എന്നുള്ള രീതിയല്ല, നല്ല ഭാഗം തന്നെ ആളുകൾക്ക് കൊടുത്തും സ്വയം തിന്നും മറ്റുള്ളവർക്ക് നൽകിയും എന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കണമെന്നാണ്. ചില ആൾക്കാർ ചോദിക്കും, അമുസ്ലിമീങ്ങൾക്ക് ഇതിനെ നൽകാൻ പറ്റുമോ എന്നും. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉദൂയത്ത് വരുന്ന സമയത്താണ് ചർച്ച വരുന്ന ഒരു സംഗതിയാണ്, അമുസ്ലിമീങ്ങൾക്ക് ഇതിൽ നൽകാൻ പറ്റുമോ എന്നാണ്. എന്നാൽ ഭൂരിഭാഗം ഹദീസുകളൊക്കെ വിശദീകരിക്കുന്ന മുഹദ്ദിസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അമുസ്ലിമീങ്ങൾക്ക് ഇതിൽ നിന്ന് നൽകാം. അവരാവശ്യക്കാരാണെങ്കിൽ, അവർ ചോദിച്ചു വരുന്നവരാണെങ്കിൽ അവർക്ക് നൽകാം എന്നുള്ള നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചതും നമുക്ക് കാണാനാകും. കാരണം അവിടെ ഒരു മുസ്ലിം എന്നുള്ള ഒരു രീതി ഈ ഒരു വിഷയത്തിൽ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ. മാത്രമല്ല, അറക്കണ സമയത്ത് ചില മര്യാദകൾ കൂടി റസൂലുള്ള പഠിപ്പിച്ചു. ആ ഉരുവിന് വെള്ളം കൊടുക്കണം, അല്ലേ? ഇതിന്റെ ഷഫറത്ത്, ഇതിന്റെ മൂർച്ച കൂട്ടണം. കാരണം അതൊക്കെ ആ ഉരുവിനോട് കാണിക്കുന്ന ദയയും അതിനോട് കാണിക്കുന്ന ഏറ്റവും നല്ല സമീപനവുമാണ്. ഇസ്ലാം അത്രമാത്രം എന്ത് ചെയ്യുന്നുണ്ട്? കാരുണ്യത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. കാരുണ്യം, ഇസ്ലാം കാരുണ്യത്തിന്റെ മതം എന്ന് പറയുന്നത് ഒരിക്കലും പിടഞ്ഞ് അതിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ ആടുമാട് ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അറുക്കാൻ നിൽക്കുന്ന സമയത്ത് തിക്കും തിരക്കും കൂട്ടി ഒട്ടകങ്ങൾ നബിയുടെ കത്തിയുടെ മൂർച്ചയുടെ അരികിലേക്ക് തിക്കും തിരക്കും കൂട്ടി കഴുത്ത് നീട്ടാറുണ്ടായിരുന്നു എന്നുള്ളത് ചില ഹദീസുകളിലൊക്കെ കാണാം. കാരണം അത്രക്കും ദയയും അത്രക്കും മാർദ്രതയും അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യാറുണ്ട്? ജീവജാലങ്ങളോട് കാണിക്കാറുണ്ടായിരുന്നു എന്നും ആ ഹദീസുകൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ അതിനെ നമ്മൾ അതിനെ തിന്നാൻ കൊടുത്ത് വളർത്തി അറുക്കുന്നതായിരിക്കാം ഏറ്റവും ഉത്തമം എന്നുള്ള നിലക്കും ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിച്ചത് കാണാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ദുർബലമായ ചില ഹദീസുകളിൽ നിന്ന് ഉടലെടുത്ത അന്ധവിശ്വാസമാണ്. ചില ആൾക്കാർ പറയും, ഈ ഓരോ രോമകൂപങ്ങൾക്കും അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലിയുണ്ട്, അല്ലേ? ഈ ചെമ്മരിയാടാണെങ്കിൽ അപ്പോൾ കൂടി, ഒട്ടകങ്ങളെക്കാളും ചിലപ്പോൾ രോമം എന്തുണ്ടാവും? ഒരു ചെമ്മരിയാടിന്റെ മേളിൽ ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസ് എന്താണ്? ദുർബലമാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഈ എല്ലും തോലും, അല്ലെ, ഇതിന്റെ എല്ലും തോലുകൾക്കും അനുസരിച്ചുള്ള പദവികൾ ഉയർത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ, അതൊന്നും സ്ഥിരപ്പെട്ടതല്ല. ഏതായാലും സ്ഥിരപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ നാളെ പരലോകത്ത് ഏറ്റവും നല്ലൊരു അമലായി അതിനെ നാളെ കാണാൻ കഴിയുമെന്നുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞതായി ചില ഹദീസുകൾ നമുക്ക് കാണാനാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അള്ളാഹുവിലേക്ക് കൂടുതൽ ഇനിയും നല്ല കർമ്മങ്ങളുമായി മുന്നേറാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളാണ്,
കൂടുതൽ റബ്ബിനെ സൂക്ഷിക്കാനും ഇത്തരം ആരാധനയിൽ ഇനിയും ആവേശവും ഉന്മേഷവും കാണിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ നിർവഹിച്ച കാലങ്ങളായി ഈ ഒരു കർമ്മം നിർവഹിക്കുന്ന ആളുകളുണ്ട് അല്ലേ, ഒരുപാട് ബലികർമ്മം നിർവഹിക്കുന്ന ആളുകൾ, നിർവഹിച്ച ആളുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അവരുടെ കുടുംബത്തിൽ ഹൈറും ബർക്കത്തും നൽകട്ടെ. അവിടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു ഇനിയും ഇതുപോലത്തെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആയുസ്സും അതിനുള്ള ആരോഗ്യവും അതിനുള്ള അവസരവും റബ്ബ് നമ്മൾ നൽകട്ടെ. അള്ളാഹു അതിലുള്ള വിശാലത നമുക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ പോരായ്മകൾ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ വന്നു പോകുന്ന പോരായ്മകളെ റബ്ബെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. കൂടുതൽ കാര്യങ്ങളെ പഠിക്കാനും അത് പഠിച്ചതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹുവെ നീ തൗഫീക്ക് നൽകണേ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കണേ. ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സുകളിൽ താലോലിച്ച് വളർത്തുന്നവരാണ് റബ്ബെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ, ആ സത്യസന്ധമായ ഉദ്ദേശങ്ങളെ റബ്ബെ പൂർത്തീകരിക്കാൻ നിന്റെ അപാരമായ സഹായങ്ങൾ നൽകണേ. അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ഹൈറും ബർക്കത്തും നൽകണേ. ചെറുപ്പം മുതലേ ദീനിനെ പഠിപ്പിച്ചു തന്ന, ദീനിൻ്റെ മതകാര്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്ന ഒരുപാട് ഗുരുനാഥന്മാർ, അള്ളാഹു നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ, റഹ്മത്ത് ചൊരിയണേ, അവർക്ക് മഗ്ഫിറത്ത് നൽകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബെ ഹൈറും ബർക്കത്തും ചൊരിയണേ. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ റബ്ബെ നീ അവർക്ക് ശിഫ കൊടുക്കണേ, അവർക്ക് ആരോഗ്യം കൊടുക്കണേ. മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഖബറിടം റബ്ബെ നീ വിശാലമാക്കി കൊടുക്കണേ. അള്ളാഹുവേ, നാളെ നിന്റെ സ്വർഗത്തിൽ കൂട്ടുകാരോടും കുടുംബക്കാരോടും മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടവരോടും ഒത്ത് കഴിയാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.